ഹലോ, സെപ്റ്റംബർ 9 ആപ്പിൾ ഇവന്റ് 24 കഴിഞ്ഞത്. ആ ഇവന്റിൽ വെച്ച് നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് ആണ് ആപ്പിൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അതായത് ആപ്പിൾ വാച്ച് സീരീസ് 10, ആപ്പിൾ വാച്ച് അൾട്ര 2, എയർപോഡ്സ് പ്രോ, എയർപോഡ്സ് 4, എയർപോഡ് മാക്സ്, അതുപോലെ തന്നെ ഐഫോൺ 16 സീരീസും ആണ് ഇറക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര മാറ്റങ്ങൾ ഒന്നുമല്ല, ചെറിയ അവിടെ മാറ്റം ഇവിടെ മാറ്റം, കണ്ണി പൊടിയിടുക എന്നതാണ് വാസ്തവം. അപ്പൊ ഈ ഒരു ഇവന്റിൽ ഇറങ്ങിയ പ്രോഡക്റ്റിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോ കൂടെ നോക്കുന്നത്. അപ്പൊ ആദ്യമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ ആപ്പിൾ വാച്ച് സീരീസ് 10 ആണ് ഇറങ്ങിയിരിക്കുന്നത്. ആപ്പിൾ വാച്ച് സീരീസ് 10 നോക്കുകയാണെങ്കിൽ പുതിയ ഡിസൈൻ ഒന്നുമല്ല, നേരത്തെ ഉള്ളതുപോലത്തെ അതിനകത്ത് ജെറ്റ് ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ട് ഫുൾ ഒരു ബ്ലാക്ക് ഫിനിഷിംഗ് ആയിട്ട് അവർ ഇറക്കിയിട്ടുണ്ട്. വാട്ടറിന്റെ ടെമ്പറേച്ചർ നോക്കാൻ അവർ പറയുന്നുണ്ട്. ഓയിലി ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ തിന്നസ്റ്റ് ആപ്പിൾ വാച്ച് എവർ എന്നാണ് അവർ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് സ്ലീപ്പ് ആപ്ന എന്ന് പറഞ്ഞൊരു ഫീച്ചറും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാച്ച് OS 11 അത് വരുന്നത്. സ്ട്രാപ്പ് ലുക്കും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ ഗ്രേഡ് 5 ടൈറ്റാനിയം എന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് ഫാസ്റ്റ് ചാർജിങ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ആപ്പിൾ വാച്ചിൽ. അങ്ങനെ ഞാൻ ഫാസ്റ്റ് ചാർജിങ്, ഞാൻ ഈ ആപ്പിൾ ഇവന്റ് മൊത്തം കണ്ടായിരുന്നു. ഞാൻ ഈ ആപ്പിൾ വാച്ചിൽ ഫാസ്റ്റ് ചാർജിങ് കണ്ടപ്പോൾ ഒന്ന് സന്തോഷിച്ചു. അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് അവർ കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് വാച്ച് 10ന്റെ കാര്യങ്ങൾ. അടുത്തതുപോലെ തന്നെ വാച്ച് അൾട്ര 2 ഇറക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ആലോചിച്ചു, വാച്ച് അൾട്ര 2 അപ്പൊ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയത് പിന്നെയാണ് അത് ഓർമ്മ വന്നത്. വാച്ച് അൾട്ര 1, വാച്ച് അൾട്ര 2 എന്നായിരിക്കും അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ വാച്ച് അൾട്രയുടെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ അതിനകത്തും വളരെയധികം ഡിസൈൻ ചേഞ്ച് ഒന്നുമില്ല. അതുപോലെ ബ്ലാക്ക് ടൈറ്റാനിയം എന്ന് പറഞ്ഞ കളറും വന്നിട്ടുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ സാധാരണ ആപ്പിൾ വാച്ച് അൾട്രയുടെ കളറും അതിനകത്തുണ്ട്. ഈ സ്ട്രാപ്പ് വന്നിട്ടുണ്ട് ആപ്പിൾ വാച്ച് അൾട്ര 2 അതിനവർ പറയുന്നത് ടൈറ്റാനിയം പേര് വിത്ത് ലൂപ്പ് എന്നാണ് അവർ പറയുന്നത്. ഞാൻ കറക്റ്റ് ഡോക്ടറില്ല, സോറി. എന്തായാലും ആ ഒരു സ്ട്രാപ്പ് ഇട്ടുകൊണ്ട് ഇവർ പറയണ ഈ ഒരു അഡ്വഞ്ചറസിനൊക്കെ പോയുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ 36 hours ഓഫ് ബാറ്ററി ലൈഫ് ആണ് പറയുന്നത്. ഇൻ പവർ സേവിംഗ് മോഡലാണെങ്കിൽ തന്നെ 72 hours ഓഫ് ബാറ്ററി ലൈഫ് അവർ പറയുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് ഓഫ്ലൈൻ മാപ്പ് വന്നിട്ടുണ്ട്. ഓയിലി ഡിസ്പ്ലേ ആണ് അതിനകത്ത് വരുന്നത്. 3000 nits ബ്രൈറ്റ്നസ് ഉണ്ട്. കൊള്ളാം. പിന്നെ പ്രൈസ് അവരറിയല്ല, വാച്ച് അൾട്ര വേണമെന്നുള്ളവർ അത് നോക്കുക. പുതിയ എയർപോഡ്സ് 4 കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പുതിയ H2 ചിപ്പ് എന്ന് പറഞ്ഞൊരു ചിപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 36 hours ഓഫ് പ്ലേ ടൈം ആണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുമെന്ന് പറയുന്നത്. അതുപോലെ സ്പീക്കർ കേസിലുണ്ട്. കൂടാതെ എയർപോഡ്സ് 4 ANC വരുന്നുണ്ട്, ട്രാൻസ്പെറൻസി വരുന്നുണ്ട്. അതുപോലെ തന്നെ അഡാപ്റ്റീവ് ഓഡിയോ സപ്പോർട്ടും വരുന്നുണ്ട്. ഈ പറയുന്ന ANC-യുടെ വിശേഷത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ANC എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ ആണ്, നിങ്ങൾക്ക് എല്ലാവരും അറിയാം. എയർപോഡ്സിനകത്ത് 2 വേരിയന്റ് ഉണ്ട്. എയർപോഡ്സ് വിത്തൗട്ട് ANC, വിത്ത് ANC. വിത്ത് ANC റേറ്റ് കൂടുതലാണ്. ഇത്രയും വിലയുള്ള ഒരു സാധനത്തിനകത്ത് ANC ഉള്ളത് ANC ഇല്ലാത്തതായിട്ട് 2 വേരിയന്റ് ഇറക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എയർപോഡ്സ് മാക്സ് ഇറങ്ങി അതിനകത്ത് USB-C ടൈപ്പിന്റെ സപ്പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. ചെറിയ കളർ, പുതിയ കളറൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത്, അത്ര തന്നെ. അടുത്താണ് നമ്മളെ മെയിൻ താരം ഐഫോൺ 16 സീരീസ്. അപ്പോൾ ഐഫോൺ 16 പ്ലസിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഐഫോൺ 16 പ്ലസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനിൽ നോക്കുമ്പോൾ നേരത്തെ ചരിഞ്ഞിരുന്ന ക്യാമറ അവർ നേരെയാക്കി. അത് സ്പെഷ്യൽ വീഡിയോ ഓഡിയോ സപ്പോർട്ടിന് വേണ്ടിയാണ് അവർ സ്പെഷ്യൽ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്യാമറ അങ്ങനെ ആക്കിയെന്നാണ് പറയുന്നത്. ഈ പറയുന്ന സ്പെഷ്യൽ വീഡിയോ എടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3.5 ലക്ഷം രൂപ കൊടുത്ത് മറ്റേ തലയിൽ കൂടെ വെച്ചോടുന്ന സാധനം ഉണ്ടല്ലോ, മറ്റേ വിഷൻ പ്രോ വാങ്ങേണ്ട ആവശ്യമുണ്ട്. ഐഫോൺ 16 പ്ലസിനകത്ത് ചിപ്സെറ്റ് എന്ന് പറഞ്ഞാൽ A18 ആണ്. അതൊരു 3nm 5 core GPU വരുന്ന ചിപ്സെറ്റ് ആണ്. 15 ഉണ്ടായിരുന്ന പോലെ തന്നെ അതിനകത്തും ഡൈനാമിക് ആയിരിക്കും. അതുപോലെ കഴിഞ്ഞ വർഷത്തെ 15 പ്രോയ്ക്കും 15 പ്രോ മാക്സിലും വരുന്ന ആക്ഷൻ ബട്ടൺ അവരിപ്പോൾ 16 പ്ലസിനും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അലർട്ട് സ്ലൈഡറിന് വിടാം. പിന്നെ ഒരു തെർമൽ കൂളിംഗിന്റെ സംഭവം അവർ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. Wi-Fi 7 ആണ് കിട്ടുന്നത്. 48 MB മെയിൻ ക്യാമറയും അതുപോലെ തന്നെ 12 MB 2x ടെലിഫോട്ടോ ലെൻസും ആണ് അതിനകത്ത് വരുന്നത്. 2 ക്യാമറയാണ് വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യത്തിന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ പുതിയൊരു ഷട്ടർ ബട്ടൺ അവർ കൊണ്ടുവന്നിട്ടുണ്ട് വിത്ത് ടച്ച് കൺട്രോൾ. നമുക്ക് കാണിച്ചു തരാം. ഐഫോൺ അല്ല ഇത്, 12 വർഷത്തോളം പഴക്കമുള്ള സോണിയുടെ ഒരു ഫോണാണ്, സോണി Xperia M. ഇത് കണ്ട നമ്മൾ ഈ ക്യാമറയിലൊക്കെ പറഞ്ഞതാണ്. ഇത് ക്ലിക്ക് ചെയ്താണ് ഫോട്ടോ എടുക്കാൻ ഇതിനകത്ത് പറ്റും. ഈ ഒരു സ്വിച്ചിന്റെ സംഭവമാണ് അവർ അതിനകത്ത് ഉള്ളത്. ഇതിനകത്ത് ടച്ച് ഒന്നുമില്ല, പക്ഷെ അതിനകത്ത് ടച്ചും കാര്യങ്ങളും ടച്ച് വെച്ച് നമുക്ക് മറ്റേ സൂമിങ് സൂം ഔട്ട് സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട് അത് ആപ്പിൾ ഡസ് ഇറ്റ് ബെറ്റർ. പിന്നെ ക്യാമറയുടെ സൈഡിൽ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു അപ്ഡേറ്റ് വഴി അവർക്ക് എല്ലാ ഐഫോണിൽ കൊടുക്കാറുന്ന ഫീച്ചർ ഒരു പുതിയൊരു സീരീസിന് ഒരു ഫീച്ചർ ആയിട്ടാണ് അവർ കൊടുത്തിരിക്കുന്നത്. എന്താണല്ലോ ഞാൻ പറഞ്ഞത്. ഇത് വിവോയുടെ 7 വർഷം പഴക്കമുള്ള ഫോണാണ്. ഈ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ വീഡിയോ ഇപ്പൊ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് വീഡിയോ നിർത്തണം, സ്റ്റോപ്പ് ചെയ്തു. ഇനി നമുക്ക് വേറെ കുറച്ച് സംഭവം കഴിഞ്ഞ് എന്തെങ്കിലും എടുക്കണം, വീണ്ടും അതേ വീഡിയോ തന്നെ റെസ്യൂം ചെയ്യാം. അതായത് വീഡിയോ പൗസ് ചെയ്തിട്ട് റെസ്യൂം ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇത് 7 വർഷം ഒന്നുമല്ല, ഇതിന് മുമ്പേ ഉള്ള ആൻഡ്രോയിഡ് ഫോൺസിനകത്ത് വന്നതാണ്.
ഈ സാധനം ഐഫോൺ 16 അവര് പുതിയ ഇന്നോവേഷൻ ആയിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഈ 16 സീരീസിനകത്ത് വന്ന ഈ വീഡിയോ പൗസ് റെസ്യൂം ഓപ്ഷൻ വേറെയുള്ള ഐഫോൺസിൽ വരുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. അതിന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഈ 2024 ഇപ്പോഴും ഐഫോൺ 16 60 Hz ഡിസ്പ്ലേ ആണ് അവർ നൽകുന്നത്. 90 Hz പോലും അല്ല. ഈ പറയണ 30,000-ന്റെയും 12,000-ന്റെയും പല റിയൽമി, OnePlus, Vivo ഫോണുകളിൽ വരെ 90 Hz മറ്റേ 120 Hz കൊടുക്കുന്നുണ്ട്. അവർ അത്ര ചിലപ്പോൾ സ്മൂത്ത് ഈ പറയണ ഉണ്ടായിരിക്കത്തില്ലായിരിക്കും. പക്ഷെ എങ്കിലും എന്റെ ഇരിക്കുന്ന ഫോൺ OnePlus 12R എന്റെ ഇരിക്കുന്ന ഫോണാണ്. ഇതിന് 120 Hz ഡിസ്പ്ലേ ഉണ്ട്. ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് നല്ലോണം അറിയാൻ പറ്റും. എന്നാൽ ഈ 60 Hz പറഞ്ഞ ഐഫോൺ 15 പ്ലസിലൊക്കെ ആണെങ്കിൽ ആ ഒരു 60 Hz കാര്യം എടുത്തറിയാൻ പറ്റും. നിങ്ങളൊരു ആൻഡ്രോയിഡ് ഫോൺ വിത്ത് 120 Hz ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിലോട്ട് പോകുമ്പോൾ നല്ലോണം അറിയാൻ പറ്റും. അപ്പോൾ ആ സീരീസ് 10 ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് ഞാനൊന്ന് സന്തോഷിച്ചു. ഞാൻ ഇവിടെ ഈവന്റ് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോഴ് എന്തായാലും ഐഫോണിന് വരുമായിരിക്കും എന്ന്. എന്നാൽ ആപ്പിൾ അത് തെറ്റിച്ചു. ഇപ്പോഴും 25 വാട്ട്സിന്റെ ചാർജിങ് ആണ് 16-ല്, 16 പ്ലസിന്, 16 പ്രോയിലും പ്രോ മാക്സിലും അവർ കൊടുക്കുന്നത്. 2 മണിക്കൂറെങ്കിലും എടുക്കണം ഈ ഫോൺ ഫുൾ ചാർജ് ആവാനായിട്ട്. ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ ഇതില് OnePlus ഇതിന് 30 മിനിറ്റ്സ് മതി ഫുൾ ചാർജ് ആവാൻ. അതായത് ഞാൻ ഇപ്പോൾ ഒരു 25 ആണെങ്കിൽ ഒരു 20 മിനിറ്റ് കൊണ്ടൊക്കെ 20-25 മിനിറ്റ് കൊണ്ട് തന്നെ 100-ലെത്തും. നിങ്ങളിപ്പോൾ കുറെ വരുമെന്ന് പറയും ബാറ്ററി ലൈഫിൽ ബാറ്ററിക്ക് ഭയങ്കര പ്രശ്നം വരും. അങ്ങനെയാണ് ഈ പറയണ ഐഫോണിൽ ഇത്രയും നേരം എടുത്ത് ചാർജ് ആവണ ഫോണിനകത്ത് എന്തുകൊണ്ട് പെട്ടെന്ന് മറ്റേ ബാറ്ററിയുടെ കപ്പാസിറ്റി കുറയുന്നത്? ഈ പറയണ ഇവർക്കും കപ്പാസിറ്റിയുടെ സംഭവം ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് കുറയണത്? ഈ പറയണ ബാറ്ററിക്ക് ഭയങ്കര ലൈഫ്, അതിൽ മറ്റേ ചാർജ് സ്പീഡ് ഇല്ലേ എന്ന് പറഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞ്. പിന്നെ ഐഫോൺ 16 അവൈലബിൾ ആയിട്ട് കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്, വൈറ്റ്, ഗ്രീന്, പിങ്ക്, ബ്ലൂ. നേരത്തെ 16 സീരീസിനകത്ത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള എല്ലാ കളറായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ കാണാനൊക്കെ കുറച്ച് രസമുള്ള കളറാണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഐഫോൺ 15 പ്രോ ആൻഡ് പ്രോ മാക്സ് ആണ്. അല്ല, 16 പ്രോ ആൻഡ് പ്രോ മാക്സ്. രണ്ടോന്ന് പോലെ തന്നെ ചെറിയ അപ്പോൾ 16 പ്രോയിലും പ്രോ മാക്സിലും വന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ബ്രാൻഡ് ന്യൂ ഡിസൈൻ, പുതിയ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. അവര് വന്ന ടിം കുക്ക് വന്ന് പറയണത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ മറ്റേ ഡിസൈൻ ആണെന്നുള്ളത്. ഈ 11 പ്രോ, 12 പ്രോ, 13 പ്രോ, 14 പ്രോ, 15 പ്രോ, 16 പ്രോ ഇപ്പൊ 6 വർഷമാകുന്നു ഒരേ ഡിസൈൻ വെച്ച് ഫോൺ ഇറക്കുന്നത്. എന്തെങ്കിലും ഒരു മാറ്റം ക്യാമറ സൈസിൽ മറ്റേ സൈസ് കൂടുന്ന അല്ലാണ്ട് വേറെ അതിനകത്ത് ഒരു ഡിസൈൻ പറഞ്ഞില്ല. കഴിഞ്ഞ വർഷം ടൈറ്റാനിയം ബോഡി കൊണ്ടുവന്നു. ഈ പ്രാവശ്യം ആ ടൈറ്റാനിയം തന്നെ കളർ പോലും അതിനകത്ത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ബ്ലാക്ക് ടൈറ്റാനിയം, നാച്ചുറൽ ടൈറ്റാനിയം, വൈറ്റ് ടൈറ്റാനിയം. ഈ വർഷം വന്നു ആ ഒരു കളറാണ് ഡെസേർട്ട് ടൈറ്റാനിയം. അപ്പൊ ഇനി ആൾക്കാർ 16 പ്രോ മാക്സ് എടുത്തു കഴിഞ്ഞിട്ട് ഈ മറ്റേ ട്രാൻസ്പെറന്റ് കവർ ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കണം ഈ കളർ ഇതാണ് 16 പ്രോ, ഈ കളർ കണ്ട ഈ കളർ പറഞ്ഞത് 16 പ്രോ അങ്ങനെ കാണിക്കേണ്ട അവസ്ഥയിരിക്കുന്നു. ഇപ്പോഴും 16 പ്രോ മാക്സിനകത്ത് വരുന്നത് ഗ്രേഡ് 5 ടൈറ്റാനിയം എന്ന് പറഞ്ഞ ബോഡിയാണ് വരുന്നത്. കഴിഞ്ഞ വർഷം 15 പ്രോ 6.1 ഇഞ്ച് ആയിരുന്നത് ഇപ്പൊ 6.3 ഇഞ്ച് ആക്കിയിട്ടുണ്ട്. അതുപോലെ 15 പ്രോ മാക്സ് 6.7 ഇഞ്ച് ആയിരുന്നത് 6.9 ഇഞ്ചിലോട്ട് മാറ്റിയിട്ടുണ്ട്. 6.7 തന്നെ നല്ല സൈസ് ഉണ്ടായിരുന്നു. ഇനി അതിനെയും കൂട്ടിയതിനകത്ത് 9 ആക്കിയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. യൂസ് ചെയ്യുന്നുണ്ടോ വേണ്ടവർ വാങ്ങിച്ചു. 15 പ്രോ മാക്സിനകത്ത് വരുന്നത് A18 പ്രോ ചിപ്സെറ്റ് ആണ് വരുന്നത്. ഇതൊരു 16 കോർ നാച്ചുറൽ എഞ്ചിൻ വിത്ത് 6 കോർ GPU വരുന്ന ചിപ്സെറ്റ് ആണ്. ക്യാമറ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റേ ഷട്ടർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. 48 MB മെയിൻ ക്യാമറ, 48 MB അൾട്രാ വൈഡ്, അതുപോലെ തന്നെ ഒരു 12 MB 5x ടെലിഫോട്ടോ ലെൻസും ആണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മറ്റേ സ്പെഷ്യൽ ഓഡിയോ വീഡിയോ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മറ്റേ ആപ്പിൾ വിഷൻ പ്രോ വാങ്ങിക്കേണ്ടതാണ് 3.5 ലക്ഷം രൂപ കൊടുത്ത്. ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇപ്പോൾ 16 പ്രോയ്ക്കകത്ത് ഈ പറയുന്ന ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിനകത്ത് ഫാസ്റ്റ് ചാർജിംഗ് ഒന്നുമില്ല. 25 വാട്ട്സ് വെച്ച് 2 മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്യുക. പിന്നെ അവർ ബാറ്ററിയുടെ സൈസ് കൂട്ടിയിട്ടുണ്ട്. ബാറ്ററി ലൈഫ് ഒക്കെ കുറച്ച് കിട്ടലായിരിക്കും എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ 2024 ഐഫോൺ 16 പ്ലസ് 16 പ്രോ ഈ 3 ഫോണുകളുടെ ബേസ് സ്റ്റോറേജ് എന്ന് പറയുന്നത് 128 ആണ്. ഇപ്പൊ പല ഫോണുകളും 40,000-നും 30,000-നുള്ള ഫോണുകൾ വരെ 256 ബേസ് സ്റ്റോറേജ് ആക്കി കഴിഞ്ഞു. എന്നിട്ട് ഇപ്പോഴും ഐഫോൺ ഇത്രയും വില കൊടുത്തിട്ട് 79,900 രൂപയാണ് ഐഫോൺ 16ന്റെ സ്റ്റാർട്ടിങ് 128. എന്നാൽ അതോ 256 വാങ്ങണമെങ്കിൽ 89,900 വേണം. ഐഫോൺ 16 പ്ലസിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ 89,900. അതുപോലെ 16 പ്രോയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 1,19,900 ആണ് വരുന്നത്. അതും ഈ പറയുന്ന 128 GB ആണ് ബേസ് സ്റ്റോറേജ് വരുന്നത്. ഐഫോൺ 16 പ്രോ മാക്സിൽ വരുമ്പോഴത്തേക്ക് 256 GB ബേസ് സ്റ്റോറേജ്, 1,44,900 ആണ് സ്റ്റാർട്ടിങ്. പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 13, സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 20 എന്നാണ് പറയുന്നത്. എന്തായാലും ഇതാണ് ഐഫോണിന്റെ ഇവന്റിനെ പറ്റിയുള്ള വിശേഷങ്ങൾ. സത്യം പറഞ്ഞ ബോറടിച്ച് ഒരു ഇന്നോവേഷൻ, എവിടെയാണ് ഇന്നോവേഷൻ? ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും
ഇട്ടിട്ടില്ല. പക്ഷെ ഇത്രയും ഇരുന്ന് ഐഫോൺ നേരത്തെ ഇന്നോവേഷന്റെ കിങ് ആയിരുന്ന ഒരു ഫോൺ ഇപ്പോഴും ഇന്നോവേഷൻ ഇല്ലാതെ ഇങ്ങനെ ഒരു ഇവന്റ് ഒക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ, സോ അടുത്ത 17-ലെങ്കിലും കുറച്ച് ഡിസൈൻ ചേഞ്ച് എങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഫോണൊന്നും ഞാൻ വാങ്ങുന്നില്ലെങ്കിൽ ആസ് എ ടെക് യൂട്യൂബർ ആൻഡ് ഇങ്ങനത്തെ ടെക് ഗാഡ്ജറ്റ്സുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പോ ഇങ്ങനെ ഇന്നോവേഷൻസ് ഇല്ല. ഈ പറഞ്ഞ ഐഫോൺസ് ഒക്കെ ഇന്നോവേഷൻ നടത്തിയാലല്ലേ ബാക്കിയുള്ള ഇവന്മാര് കോപ്പി അടിച്ചെങ്കിലും ചെയ്യത്തുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് പറ്റുമെങ്കിൽ.